إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ഇസ്ലാം ആഘോഷമാക്കിയിട്ടുള്ള വർഷത്തിൽ ആവർത്തിച്ചു വരുന്ന രണ്ട് ആഘോഷങ്ങളിൽപ്പെട്ട ഈദുൽ അദ്ഹയിലാണ് നമ്മളുള്ളത്. വർഷത്തിൽ ആവർത്തിച്ചു വരുന്ന രണ്ട് ആഘോഷങ്ങൾക്ക് പുറമെ ആഴ്ചയിൽ ആവർത്തിച്ചു വരുന്ന ആഘോഷമാണ് വെള്ളിയാഴ്ച എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ആഴ്ചയിൽ ആവർത്തിച്ചു വരുന്ന വെള്ളിയാഴ്ച ദിവസവും അതുപോലെ തന്നെ വർഷത്തിൽ ആവർത്തിച്ചു വരുന്ന രണ്ട് ഈദുകൾ, ഈദുൽ ഫിത്ർ, ഈദുൽ അദ്ഹ. പലപ്പോഴും പല ആളുകൾക്കും വെള്ളിയാഴ്ച ഈദുൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ പെരുന്നാളാണ്, ആഘോഷമാണ് എന്നുള്ള കാര്യം അറിവില്ലാത്തവരാണ് ഒരുപാട് ആളുകൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വെള്ളിയാഴ്ച ദിവസത്തിൽ റസൂലുള്ള പറഞ്ഞു, ഇന്ന ഹാദാ യൗമു ഈദിൻ, ഈ ദിവസം എന്ന് പറഞ്ഞാൽ ഈദിന്റെ ദിവസമാണ്. ജഅലഹു അല്ലാഹു ലിൽ മുസ്ലിമീൻ, അല്ലാഹു മുസ്ലിങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ള ആഘോഷമാണ് വെള്ളിയാഴ്ച ദിവസം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ഫമൻ ജാഅ ഇലൽ ജുമുഅത്തി ഫൽയഗ്തസിൽ, ആരെങ്കിലും വെള്ളിയാഴ്ച പള്ളിയിൽ വരുമ്പോ അവൻ കുളിക്കട്ടെ. അതുപോലെ തന്നെ വൈൻ കാന തീബുൻ ഫൽയമസ്സ മിൻഹു, അവരുടെ അടുത്ത് സുഗന്ധമുണ്ടെങ്കിൽ അവർ അത് പൂശട്ടെ. വഅലൈക്കും ബിസ്സിവാക്, അതുപോലെ തന്നെ അവർ പല്ല് തേക്കട്ടെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോ വെള്ളിയാഴ്ചയും മുസ്ലിമിന്റെ ആഘോഷമാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് വെള്ളിയാഴ്ചയുടെ പ്രത്യേകതകൾ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ 13ാമത്തെ പ്രത്യേകതയായി പറഞ്ഞത് അന്നഹു യൗമു ഈദിൻ മുതകർരിരിൻ ഫിൽ ഉസ്ബൂ, ആവർത്തിച്ചു വരുന്ന, ആഴ്ചയിൽ ആവർത്തിച്ചു വരുന്ന ഒരു ആഘോഷമാണ്, അല്ലെങ്കിൽ ഈദാണ്, പെരുന്നാളാണ് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ച എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ അത് പ്രത്യേകം ഒരു പുതിയ അറിവ് അല്ലെങ്കിൽ ആ നിലക്ക് ഓർമ്മപ്പെടുത്തിയതാണ്. വർഷത്തിൽ ആവർത്തിച്ചു വരുന്ന ഈദുൽ അദ്ഹ, അല്ലാഹു തആല നമ്മൾക്ക് സന്തോഷിക്കാനും ആഹ്ലാദിക്കാനും നിശ്ചയിച്ചിട്ടുള്ള രണ്ട് ആഘോഷങ്ങളിൽ പ്രധാനപ്പെട്ട വർഷത്തിൽ ആവർത്തിച്ചു വരുന്ന ഈദുൽ അദ്ഹയിലാണ് നമ്മൾ ഉള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈദുൽ അദ്ഹയെ സംബന്ധിച്ചും അതിനുശേഷമുള്ള അയ്യാമു തശ്രീഖിനെ കുറിച്ചും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അയ്യാമു അക്ലിൻ വശുർബിൻ വദിക്രിൻ ലില്ലാഹ്, കുടിക്കാനും തിന്നാനുമുള്ള അതുപോലെ തന്നെ അല്ലാഹുവിനെ ഓർക്കാനുമുള്ള ദിവസങ്ങളാണ് അയ്യാമു തശ്രീഖിന്റെ ദിവസം, അതുപോലെ തന്നെ ഈദുൽ അദ്ഹയുടെ ദിവസം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോ സന്തോഷിക്കാൻ ആഹ്ലാദിക്കാൻ അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള ഈദുൽ അദ്ഹയിലാണ് നമ്മൾ ഉള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഈദിന്റെ സന്ദർഭത്തിൽ ഖുതുബ നടത്താറുണ്ട്, ചില ഉപദേശങ്ങൾ നടത്താറുണ്ട്. അതിന്റെ ഭാഗമായി കുറച്ച് കാര്യങ്ങൾ ഉപദേശിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറഞ്ഞത് കാണാം. വെള്ളിയാഴ്ച ഈദിന്റെ സമയത്ത് ഖുതുബ നിർവഹിച്ചതിന് ശേഷം, നമസ്കാരം നിർവഹിച്ചതിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മൾ നമസ്കാരം നിർവഹിച്ചു, ഇനി ഖുതുബയാണുള്ളത്. ഫമൻ ശഅ മിൻകും ഫൽയജ്ലിസ് ലിൽ ഖുതുബ, നിങ്ങളുടെ കൂട്ടത്തിൽ ഖുതുബ കേൾക്കാൻ ഉദ്ദേശിക്കുന്നവർ ഇരിക്കട്ടെ. വമൻ ശഅ യദ്ഹബ് ഫൽയദ്ഹബ്, ആവശ്യക്കാർ പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് പോകാം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഖുതുബ കേൾക്കൽ നിർബന്ധമില്ല, എന്നാൽ ആവശ്യക്കാർക്ക് അവന്റെ ആവശ്യം പൂർത്തീകരിക്കാൻ അവർക്ക് പോകാവുന്നതാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഓർമ്മപ്പെടുത്താറുണ്ട്.
എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഈ ഒരു സന്ദർഭത്തിൽ ചില കാര്യങ്ങൾ, ഈ ബലിപെരുന്നാളിന്റെ സന്ദേശം എന്ന നിലക്ക് ചില കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം, രാജ്യത്ത് സമാധാനമുണ്ടാകാൻ, പേടിയില്ലാത്ത അവസ്ഥ, നിർഭയത്വമുണ്ടാകാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കും. നമ്മുടെ നാട്ടിൽ സമാധാനവും അതുപോലെ തന്നെ ശാന്തിയും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ സമാധാനം നമ്മൾ ആഗ്രഹിക്കുന്നു. പേടിയില്ലാത്ത നിർഭയത്വത്തിന്റെ അവസ്ഥ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന, നമ്മളെല്ലാവരും തേടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നിർഭയത്വം എന്നുള്ളത്, പേടിയില്ലാത്ത അവസ്ഥ. മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ത്യാഗസമ്പൂർണമായ ജീവിതത്തെ അനുസ്മരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് ഈ ദിവസങ്ങൾ എന്നുള്ളത് സത്യവിശ്വാസികൾ മനസ്സിലാക്കിയ കാര്യമാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രസിദ്ധമായ പ്രാർത്ഥന സൂറത്തു ഇബ്രാഹിമിലും അതുപോലെ തന്നെ സൂറത്തുൽ ബഖറയിലും കാണാൻ സാധിക്കും. സൂറത്തു ഇബ്രാഹിമിൽ അല്ലാഹു തആല വിശദീകരിക്കുകയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന. വഇദ് ഖാല ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ സന്ദർഭം, പ്രാർത്ഥിച്ച സന്ദർഭം, റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കാൻ, റബ്ബേ ഈ നാട് അഥവാ മക്ക നീ നിർഭയത്വത്തിന്റെ നാടാക്കി മാറ്റണമേ, പേടിയില്ലാത്ത, യുദ്ധങ്ങളില്ലാത്ത, കലാപങ്ങളില്ലാത്ത നിർഭയത്വത്തിന്റെ നാടാക്കി നീ മാറ്റണമേ എന്ന് അല്ലാഹു തആലയോട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ സൂറത്തുൽ ബഖറയിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന ഇപ്രകാരമാണ് അല്ലാഹു തആല പറയുന്നത്, റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന. റബ്ബേ ഈ മക്കയെ നിർഭയത്വമുള്ള, പേടിയില്ലാത്ത ഒരവസ്ഥയിലുള്ള നാടാക്കി മാറ്റണമേ, രാജ്യമാക്കി മാറ്റണമേ എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് കാണാം. എന്നിട്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു, വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്. മാത്രമല്ല ആ നാട്ടുകാർക്ക് നീ ഭക്ഷണം നൽകണം എന്നുള്ള കാര്യവും പ്രാർത്ഥിച്ചു. ഇവിടെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചപ്പോ ആദ്യം നിർഭയത്വം ഉണ്ടാകണമെന്ന കാര്യമാണ് പ്രാർത്ഥിച്ചത്. പിന്നീടാണ് ആ നാട്ടുകാർക്ക് ഭക്ഷണം കൊടുക്കണം എന്നുള്ള കാര്യം വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത് എന്ന് പ്രാർത്ഥിച്ചത്. ഉലമാക്കൾ അതിന് വിശദീകരിച്ചിട്ടുണ്ട്. ഷെയ്ഖ് ഫൗസാൻ ഹഫിദുല്ലാഹ് പറഞ്ഞു, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഭക്ഷണം ചോദിക്കുന്നതിന് മുമ്പ്, ഉപജീവനം ചോദിക്കുന്നതിന് മുമ്പ് നിർഭയത്വത്തെയാണ് ചോദിച്ചത്. എന്താണ് കാരണം? ഒരുപാട് ഭക്ഷണം ഉണ്ടായിട്ട് കാര്യമില്ല. നിർഭയത്വമില്ലാത്ത അവസ്ഥയാണെങ്കിൽ, പേടിയുടെ സന്ദർഭമാണെങ്കിൽ, കലാപങ്ങളും യുദ്ധങ്ങളുമാണെങ്കിൽ ആ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാൻ സാധിക്കൂല. ഭക്ഷണം ആസ്വദിച്ച് കഴിക്കണമെങ്കിൽ, സമാധാനത്തോടുകൂടി ഭക്ഷണം കഴിക്കണമെങ്കിൽ നാട്ടിൽ സമാധാനം ഉണ്ടാകണം, കുടുംബത്തിൽ സമാധാനം ഉണ്ടാകണം, കുടുംബത്തിൽ നിർഭയത്വം ഉണ്ടാകണം, നാട്ടിൽ നിർഭയത്വം ഉണ്ടാകണം. പേടിയുടെ സന്ദർഭമാണെങ്കിൽ, യുദ്ധത്തിന്റെയും കലാപത്തിന്റെയും സന്ദർഭമാണെങ്കിൽ വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾക്ക് ആസ്വദിച്ച് തിന്നാൻ സാധിക്കൂല. അതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ ആദ്യം നിർഭയത്തെ ചോദിച്ചത് എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പൊ നാട്ടിൽ സമാധാനം ഉണ്ടാവുക, വീട്ടിൽ സമാധാനം ഉണ്ടാവുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഓരോ വ്യക്തിയുടെ മനസ്സിലും സമാധാനം ഉണ്ടാകണം, ആശ്വാസം ഉണ്ടാകണം, മനഃശാന്തി ഉണ്ടാകണം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ ബുദ്ധിയുള്ള ഒരു മനുഷ്യനും മനസ്സമാധാനത്തെ ആഗ്രഹിക്കാതിരിക്കുകയില്ല. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് മനസ്സമാധാനം എന്നുള്ളത്, മനസ്സിനൊരു ആശ്വാസം എന്നുള്ളത്. എല്ലാവരും അത് ആഗ്രഹിക്കുന്നു. എങ്ങനെയാണ് മനസ്സമാധാനം ഉണ്ടാവുക, മനസ്സിന് ശാന്തി ഉണ്ടാവുക? വിശുദ്ധ ഇസ്ലാം അത് പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഇസ്ലാമിന് മാത്രമേ അത് പഠിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റു മതങ്ങൾക്കൊന്നും യഥാർത്ഥത്തിലുള്ള സമാധാനം പഠിപ്പിക്കാൻ സാധിക്കുകയില്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് സമാധാനത്തിന്റെ മതമാണ്. ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ നമുക്ക് സമാധാനം നൽകുന്ന കാര്യങ്ങൾ. വിശുദ്ധ ഇസ്ലാം ഖുർആനിലൂടെയും സുന്നത്തിലൂടെയും സമാധാനം ഉണ്ടാകുന്ന, മനസ്സിന് ശാന്തി ഉണ്ടാകുന്ന കാര്യങ്ങൾ ധാരാളം ധാരാളം പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. അത് ഇസ്ലാമിന് മാത്രം പഠിപ്പിക്കാൻ സാധിക്കുന്ന കാര്യമാണ്. എന്തൊക്കെയാണ് മനസ്സിന് സമാധാനം കിട്ടുന്ന കാര്യങ്ങൾ, മനസ്സിന് ആശ്വാസം കിട്ടുന്ന കാര്യങ്ങൾ? സഅദത്തുൽ ഖൽബിയ്യ, മാനസികമായ ഒരു സൗഭാഗ്യം ലഭിക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ പാലിക്കണം, എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാകേണ്ടത്? ചില ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടായാൽ അവന് സമാധാനം ഉണ്ടാകും, അവന് മനഃശാന്തി ഉണ്ടാകുമെന്ന് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്, ഞാനും നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന കാര്യമാണ് മനസ്സിന് സമാധാനം എന്നുള്ളത്. അതിലൊന്നാമതായി ഉണ്ടായിരിക്കേണ്ടത് തൗഹീദുല്ലാഹ്, യഥാർത്ഥത്തിലുള്ള തൗഹീദാണ്. തൗഹീദ് ശരിയായിരിക്കണം, അവന് മനസ്സമാധാനം ഉണ്ടാവും. അല്ലാഹു തആല പറഞ്ഞു, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. വിശ്വസിക്കുകയും അതുപോലെ തന്നെ വിശ്വാസത്തിൽ
ദുൽമ കലർത്താതിരിക്കുകയും അഥവാ ശിർക്ക് കലർത്താതിരിക്കുകയും ചെയ്ത ആളുകൾക്ക് ഉലൈക ലഹുമുൽ അംനു, അവർക്ക് നിർഭയത്വമുണ്ട്, വഹും മുഹ്തദൂൻ, അവരാണ് ഹിദായത്തിലായ ആളുകൾ, അവരാണ് നേർമാർഗത്തിലായ ആളുകൾ എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തൗഹീദുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ശിർക്ക് കലരാത്ത വിശ്വാസം ഒരാളുടെ മനസ്സിലുണ്ടെങ്കിൽ അവന് സമാധാനം ഉണ്ടാകുമെന്ന് അല്ലാഹു തആല പറഞ്ഞതാണ്. ഇവിടെ ലോകത്ത് ഏറ്റവും കൂടുതൽ മാനസിക സംഘർഷം അനുഭവിക്കുന്ന ആളുകൾ, ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ ശിർക്ക് ചെയ്യുന്നവരാണ്. ഒരു സംശയവുമില്ല. ഏറ്റവും കൂടുതൽ മാനസികമായ പ്രയാസം അനുഭവപ്പെടുന്ന അവർ തന്നെയാണ് ശിർക്കും കുഫറും ചെയ്യുന്ന ആളുകൾ. യാതൊരു സംശയവുമില്ല. പുറത്തേക്ക് അവർ ചിരിക്കുന്നുണ്ടായേക്കാം, പുറത്തേക്ക് അവർ ആഹ്ലാദവും അവരുടെ സന്തോഷവും പ്രകടിപ്പിക്കുന്നുണ്ടായേക്കാം, പക്ഷേ അവരായിരിക്കും ഏറ്റവും കൂടുതൽ മാനസിക പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ. ഒരു സംശയവുമില്ല. തൗഹീദുള്ള ആളുകൾക്ക് മാത്രമാണ് യഥാർത്ഥത്തിലുള്ള മനസ്സമാധാനം ഉണ്ടാകുള്ളൂ. അപ്പോ നമ്മുടെ വിശ്വാസപരമായിട്ടുള്ള വിശ്വാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ടുള്ള തൗഹീദ് അത് നമ്മൾ ശരിയാക്കണം. നമ്മുടെ എല്ലാ ഇബാദത്തുകളും അല്ലാഹുവിലേക്ക് തിരിച്ചുവിടണം. ഒരു സൃഷ്ടിയിലേക്ക് നമ്മൾ തിരിച്ചുവിടാൻ പാടില്ല. പ്രാർത്ഥന അതിൽ പ്രധാനപ്പെട്ടതാണ്. ഒരിക്കലും നമ്മൾ അല്ലാഹു അല്ലാത്ത ഒരു സൃഷ്ടിയോടും പ്രാർത്ഥിക്കാൻ പാടില്ല. അത് അല്ലാഹുവിന്റെ ഏറ്റവും അടുത്ത മലക്കുകളാകട്ടെ, പ്രവാചകന്മാരാകട്ടെ, അതുപോലെ തന്നെ ജിന്നുകളാകട്ടെ, ആരാകട്ടെ, ഒരാളോടും നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ല. അല്ലാഹുവിനോട് മാത്രമായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. അതാണ് ഒന്നാമത്തെ കാര്യം. നമ്മൾ തൗഹീദ് ശരിയാവുക. തൗഹീദുള്ളവർക്ക് മാത്രമേ യഥാർത്ഥത്തിലുള്ള സമാധാനം കിട്ടുള്ളൂ. അതാണ് ഏറ്റവും അടിസ്ഥാനം. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം വിശ്വാസത്തോടുകൂടി സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. വിശ്വാസത്തോടുകൂടി സൽക്കർമ്മം ചെയ്യാം. ഈമാനുള്ളതോടൊപ്പം സൽക്കർമ്മം ചെയ്യാം. അല്ലാഹു തആല പറഞ്ഞു, മൻ അമില സാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ. വിശ്വാസത്തോടുകൂടി ആണാകട്ടെ പെണ്ണാകട്ടെ സൽക്കർമ്മങ്ങൾ ചെയ്താൽ ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ, അവന് നല്ലൊരു ജീവിതം നാം നൽകുമെന്നാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. ഹയാത്തുൻ ത്വയ്യിബ, നല്ല ജീവിതം. വിശ്വാസത്തോടുകൂടി സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആണിനും പെണ്ണിനും ഒരു നല്ല ജീവിതം കൊടുക്കുമെന്നാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഹയാത്തുൻ ത്വയ്യിബ എന്ന് പറഞ്ഞാൽ? അവന്റെ ഇഹലോക ജീവിതം സമാധാന സമ്പൂർണമായിരിക്കും. അവന്റെ ഖബർ ജീവിതം സമാധാന സമ്പൂർണമായിരിക്കും. ഏറ്റവും ആത്യന്തികമായി ഉണ്ടാകേണ്ട പരലോക ജീവിതം അവന് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള രൂപത്തിലായിരിക്കും. അതാണ് ഹയാത്തുൻ ത്വയ്യിബ എന്ന് പറഞ്ഞാൽ. മുഫസ്സിറുകൾ അങ്ങനെയാണ് വിശദീകരിച്ചിട്ടുള്ളത്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നത് കാണാം, വൽ ഹയാത്തു ത്വയ്യിബ, ത്വയ്യിബത്തായ നല്ല ജീവിതം എന്ന് പറഞ്ഞാൽ തശ്മലു വുജൂഹർ റാഹത്തി മിൻ അയ്യി ജിഹത്തിൻ കാനത്, ഏത് ഭാഗത്തു നിന്നുള്ള ആശ്വാസത്തിന്റെ കാര്യങ്ങൾ, എല്ലാ നിലക്കുള്ള ആശ്വാസവും ഈ ഹയാത്തുൻ ത്വയ്യിബയിൽ ഉൾപ്പെടുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇമാം സഅദി റഹിമഹുല്ലാഹ് പറഞ്ഞു, എങ്ങനെയാണ് യഥാർത്ഥത്തിലുള്ള ഹയാത്തുൻ ത്വയ്യിബ, നല്ല ജീവിതം ലഭിക്കുക? വദാലിക ബിതുമഅനീനത്തി ഖൽബിഹി വസുകൂനി നഫ്സിഹി, അവന്റെ മനസ്സിന്റെ സമാധാനത്തിലൂടെ, അവന്റെ മനസ്സിന്റെ ശാന്തിയിലൂടെയാണ് ആ ഹയാത്തുൻ ത്വയ്യിബ ഉണ്ടാവുക. ഹയാത്തുൻ ത്വയ്യിബ അല്ലാഹു നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം അവന് മനസ്സമാധാനം കിട്ടുമെന്നുള്ളതാണ്. മനസ്സമാധാനം കിട്ടാതെ നല്ല ജീവിതം ഒരിക്കലും ഉണ്ടാകൂല. അത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. അപ്പൊ വിശ്വാസത്തോടുകൂടി സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത് സമാധാനം കിട്ടാനുള്ള കാര്യമാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം അൽ ഈമാനുൽ ജാസിം ബിഖളാഇല്ലാഹി വഖദരി, അല്ലാഹുവിന്റെ വിധിയിൽ ദൃഢമായ വിശ്വാസം ഉണ്ടാകുക. വിധിവിശ്വാസം നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട്. ആറാമത്തെ വിശ്വാസ കാര്യമാണ് നന്മയും തിന്മയും അല്ലാഹുവിൽ നിന്നുള്ള വിശ്വാസം. അതൊക്കെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ദൃഢമായിട്ടുള്ള വിശ്വാസമാണ്. അല്ലാഹു തീരുമാനിച്ചത് സംഭവിക്കൂ, അല്ലാഹു തീരുമാനിച്ചത് സംഭവിക്കുക തന്നെ ചെയ്യും. ഈ വിശ്വാസം മനസ്സിൽ ശക്തമായ രൂപത്തിലുള്ള ഒരുത്തനെ സംബന്ധിച്ചിടത്തോളം ടെൻഷൻ ഉണ്ടാകൂല. അവന്റെ ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും അവൻ മനസ്സിലാക്കിയത് അല്ലാഹുവിന്റെ ഖദറാണ്, അല്ലാഹുവിന്റെ ഖളാഅാണ്. മനസ്സിന് സമാധാനം കിട്ടാൻ, നമ്മുടെ ടെൻഷൻ ഒഴിവാക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഖളാ ഖദറിലുള്ള വിശ്വാസം അവന് ശക്തമാവുക എന്നുള്ളത്. ഇവിടെ മനസ്സമാധാനം കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല, അവന് പരീക്ഷണങ്ങൾ ഉണ്ടാകൂല എന്ന അർത്ഥത്തിലല്ല. പരീക്ഷണങ്ങൾ ഉണ്ടാകും, ധാരാളമായി ഉണ്ടാകും. സത്യവിശ്വാസികൾ കൂടുതൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും. ഏറ്റവും കൂടുതൽ പരീക്ഷണം അനുഭവിച്ചിട്ടുള്ളത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, പ്രവാചകന്മാരാണ്. അവരാണ് ഏറ്റവും കൂടുതൽ മാനസികമായിട്ടുള്ള സന്തോഷവും മനഃശാന്തിയും അനുഭവിച്ചവർ. അപ്പൊ മനസ്സമാധാനം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ പരീക്ഷണങ്ങൾ ഉണ്ടാകാതിരിക്കുക എന്ന അർത്ഥത്തിലല്ല. പരീക്ഷണങ്ങൾ ഉണ്ടാകും, ധാരാളം പരീക്ഷണങ്ങൾ ഉണ്ടാകും. പക്ഷെ ആ സമയത്തും അവന്റെ മനസ്സ് വളരെ റാഹത്തായിരിക്കും. എങ്ങനെയാണത് സംഭവിക്കുക? സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ എന്ത് പരീക്ഷണങ്ങൾ ഉണ്ടായാലും
അവൻ പറയാ ഖദ്ദറ അല്ലാഹു മാ ശഅ ഫഅൽ. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. നമുക്കൊരു മുസീബത്ത് ഉണ്ടായാൽ നമ്മൾ പറയേണ്ടത് ഞാൻ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഇങ്ങനെയാകുമായിരുന്നില്ല എന്നുള്ള വർത്തമാനമല്ല പറയേണ്ടത്. ഖുൽ ഖദ്ദറ അല്ലാഹു മാ ശഅ ഫഅൽ. അല്ലാഹ് കണക്കാക്കിയത് സംഭവിച്ചു, അല്ലാഹ് ഉദ്ദേശിച്ചത് അവൻ ചെയ്യും എന്നുള്ള കാര്യം അങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്. ആ ഒരു വർത്തമാനം നമ്മുടെ മനസ്സിൽ നിന്നാണ് വരുന്നതെങ്കിൽ അവൻ എന്ത് പ്രയാസം ഉണ്ടായാലും അവന് യാതൊരു ടെൻഷനും ഉണ്ടാകൂല. മാത്രല്ല അവൻ എന്ത് പരീക്ഷണങ്ങൾ ഉണ്ടായാലും അതിനൊക്കെ പ്രതിഫലം നാളെ പരലോകത്ത് ലഭിക്കുമെന്നുള്ള വിശ്വാസം അവനുണ്ടാകും. അവനൊരു തലവേദന ഉണ്ടായാൽ പോലും അത് അവന് അനുഗ്രഹമാണെന്ന് അവൻ മനസ്സിലാക്കും. നാളെ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ സുഖം അനുഭവിച്ച ആളുകൾ അവരുടെ അവസ്ഥ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം. യവദ്ദു അഹ്ലുൽ ആഫിയതി യൗമൽ ഖിയാമ ഹീന യുഅത അഹ്ലുൽ ബലാഇ സവാബ്. നാളെ പരലോകത്ത് പരീക്ഷണങ്ങൾ അനുഭവിച്ച, ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് ജീവിച്ച ആളുകൾക്ക് പ്രതിഫലം കിട്ടുന്നത് കാണുമ്പോ ഇവിടെ സുഖത്തിൽ ജീവിച്ച ആളുകൾ ആഗ്രഹിച്ചു പോകും. ലൗ അന്ന ജുലൂദഹും കാനത് ഖുർറത് ഫി ദുനിയ ബിൽ മഖാരിദ്. ദുനിയാവിൽ ഞങ്ങളുടെ തൊലികൾ കത്രികകൾ കൊണ്ട് കത്രിക്കപ്പെട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അവർ ആഗ്രഹിച്ചു പോകുമെന്നാണ്. കാരണം ഇവിടെ ദുനിയാവിൽ ശാരീരിക പീഡനം അനുഭവിച്ചിട്ടുള്ള സത്യവിശ്വാസികൾക്ക് അവിടെ ലഭിക്കുന്ന പ്രതിഫലം അവർ കാണുമ്പോൾ അവർ ആഗ്രഹിച്ചു പോകും. ദുനിയാവിൽ ഞങ്ങളുടെ ശരീരങ്ങളൊക്കെ പീഡിപ്പിക്കപ്പെട്ടിരുന്നുവെങ്കിൽ എന്ന് അവർ ആഗ്രഹിച്ചു പോകുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോ യഥാർത്ഥത്തിലുള്ള ഖളാ ഖദറിലുള്ള യഥാർത്ഥ വിശ്വാസമുള്ള ഒരു സത്യവിശ്വാസിക്ക് അവൻ എന്ത് മുസീബത്ത് ബാധിച്ചാലും അവന്റെ മനസ്സ് കുലുകൂല, അവന്റെ മനസ്സെപ്പോഴും ശാന്തായിരിക്കും. അപ്പോ ഈ വിശ്വാസം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് സമാധാനം കിട്ടാനുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമസ്കാരം, മനസ്സറിഞ്ഞുകൊണ്ടുള്ള നമസ്കാരം, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ടുള്ള നമസ്കാരം, ഖുശൂഅോടുകൂടിയുള്ള നമസ്കാരം, അതിന് മനസ്സിന് വല്ലാത്ത സ്വാധീനമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും അന്നിസാഉ വത്തീബ്. എനിക്ക് നിങ്ങളുടെ ദുനിയാവിൽ നിന്ന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് ഭാര്യമാരെയും അതുപോലെ തന്നെ സുഗന്ധത്തെയുമാണ്. ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ച ഒരു പ്രയോഗമുണ്ട്, ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും, നിങ്ങളുടെ ദുനിയാവ് എന്നാണ് പറഞ്ഞത്. റസൂൽ ദുനിയാവിനോട് അത്രയും താല്പര്യമില്ല എന്നതിന്റെ അർത്ഥം എന്റെ ദുനിയാവ് എന്നല്ല, നമ്മളുടെ ദുനിയാവ്, മിൻ ദുനിയാകും, നിങ്ങളുടെ ദുനിയാവ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദുനിയാവിന് അത്ര വില റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുള്ളൂ. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വജുഇലത് ഖുർറതു ഐനി ഫി സ്വലാം, എന്റെ കൺകുളിർമ നമസ്കാരത്തിലാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. കൺകുളിർമ എന്ന് പറഞ്ഞാൽ മനസ്സിൽ നിന്നുണ്ടാകുന്ന സന്തോഷത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്നതാണ്. അപ്പൊ എനിക്ക് മനസ്സമാധാനം ഉണ്ടാകുന്നത് നമസ്കാരത്തിലാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറയും, ഇഖാമത്ത് കൊടുക്കാൻ പറയും. എന്നിട്ട് പറയും, യാ ബിലാൽ അരിഹ്നാ ബിസ്സലാ, നമസ്കാരം കൊണ്ട് എനിക്ക് റാഹത്ത് കൊണ്ടാ, സമാധാനം കൊണ്ടാ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം, ഹദീസുകളിൽ കാണാം. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാനസികമായി മനഃശാന്തി നമസ്കാരത്തിലൂടെ കിട്ടിയിരുന്നു. അപ്പൊ നമസ്കാരം എന്ന് പറഞ്ഞാൽ ഖുശൂഅോടുകൂടിയുള്ള നമസ്കാരത്തിന് മനസ്സിൽ വല്ലാത്ത സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കും. മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എന്തായിരുന്നു? അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ഹസബഹു അംറുൻ ഫസിഅ ഇല സ്വലാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെങ്കിലും ഒരു മനപ്രയാസം ഉണ്ടായാൽ പെട്ടെന്ന് നമസ്കരിക്കും. നമസ്കാരത്തിലേക്ക് റസൂൽ അഭയം കൊള്ളും. റസൂലിന് പ്രയാസം ഉണ്ടായി, മനസ്സിലൊരു സങ്കടം ഉണ്ടായി, ഒരു പ്രയാസം ബുദ്ധിമുട്ടുണ്ടായ റസൂൽ എന്താ ചെയ്യുക? ഫസിഅ ഇല സ്വലാ, നമസ്കാരത്തിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ധൃതി കാണിക്കും. അത് ഫർദ് നമസ്കാരമാണെങ്കിൽ ഉടനെ ഒരു ഫർദ് നമസ്കാരം ഉണ്ടെങ്കിൽ അത് നമസ്കരിക്കും. അല്ലെങ്കിൽ പ്രത്യേകം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനസ്സിലുണ്ടായിട്ടുള്ള പ്രയാസം നീങ്ങാൻ വേണ്ടിയിട്ട് റസൂൽ 2 റക്അത്ത് നമസ്കരിക്കുമെന്ന് കാണാൻ സാധിക്കും. അപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സമാധാനം ലഭിച്ചിരുന്ന കാര്യമാണ് നമസ്കാരം. അപ്പോ ആ നമസ്കാരത്തിന്റെ കൃത്യമായ രൂപത്തിൽ അത് നിർവഹിച്ചാൽ, ഖുശൂഅോടുകൂടി ഭയഭക്തിയോടുകൂടി നിർവഹിച്ചാൽ നമുക്ക് സമാധാനം ഉണ്ടാകും, യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ സമാധാനം ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ദിക്റുല്ലാഹ്, അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളത്. നമ്മളൊക്കെ അള്ളാഹുവിനെ ഓർക്കാറുണ്ട്, നമ്മൾ ദിക്ർ ചൊല്ലാറുണ്ട്. പക്ഷെ അത് ദിക്റുല്ലാഹ് ആകുന്നുണ്ടോ എന്നുള്ളത് ഞാനും നിങ്ങളും പരിശോധിക്കണം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ വിരലിൽ എണ്ണം പിടിച്ച് നമ്മൾ ചെല്ലുന്നുണ്ടാകും. പക്ഷെ നമ്മുടെ മനസ്സ് അത് ഗഫ്ലത്തിലായിരിക്കും. ആ ചൊല്ലുന്നത് കൊണ്ട് സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ പരിശുദ്ധിയെ നാം വാഴ്ത്തുന്നു എന്ന് പറയാൻ, അല്ലെങ്കിൽ ആ രൂപത്തിൽ മനസ്സിൽ കരുതാൻ, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനാകുന്നു സർവ്വസ്തുതിയും, അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ഓർത്തുകൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിലാണ് യഥാർത്ഥ ദിക്റാകുള്ളൂ. ആ രൂപത്തിൽ നമ്മൾ ദിക്ർ ചൊല്ലിയാൽ നമുക്ക് സമാധാനം ഉണ്ടാകും. റസൂൽ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു,
അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയണം, അള്ളാഹുവിനെ ഓർക്കുന്നതിലൂടെയാണ്, അള്ളാഹുവിനെ സ്മരിക്കുന്നതിലൂടെയാണ് ഹൃദയങ്ങൾക്ക് ശാന്തി ഉണ്ടാകുന്നത്, സമാധാനം ഉണ്ടാകുന്നത് എന്ന് അല്ലാഹു തആല സൂറത്തുർ റഅദിലൂടെ പറഞ്ഞിട്ടുണ്ട്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയങ്ങൾക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാകാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക എന്നുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഫദ്ലുകൾ പറഞ്ഞിട്ടുള്ള ഒന്നാണ് അള്ളാഹുവിനെ ഓർക്കുന്ന കാര്യം, ദിക്റുല്ലാഹ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസലുൽ ലദി ലാ യദ്കുറുല്ലാഹ വല്ലദി ലാ മസലുൽ ലദി യദ്കുറു റബ്ബഹു വല്ലദി ലാ യദ്കുറു റബ്ബഹു മസലുൽ ഹയ്യി വൽ മയ്യിത്ത്. അള്ളാഹുവിനെ ഓർക്കാത്തവന്റെയും അള്ളാഹുവിനെ ഓർക്കുന്നവന്റെയും ഉദാഹരണം എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിനെ ഓർക്കുന്നവൻ ജീവനുള്ളവനെ പോലെയാണ്, അള്ളാഹുവിനെ ഓർക്കാത്തവൻ ജീവനില്ലാത്തവനെ പോലെയാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിനെ സ്മരിക്കാത്ത വീട് അത് ചത്ത വീടാണ്, അള്ളാഹുവിനെ സ്മരിക്കുന്ന വീട്, അള്ളാഹുവിനെ ഓർക്കുന്ന വീട് അത് ജീവനുള്ള വീടാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളത്, അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളത് നമുക്ക് സമാധാനം, നമ്മുടെ മനസ്സിന് ശാന്തി ഉണ്ടാകാൻ കാരണമാകുന്ന കാര്യമാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറഞ്ഞു, മൻ കസുറത് ഹുമുമുഹു വഗുമുമുഹു. ആർക്കെങ്കിലും വലിയ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടെങ്കിൽ, അത് ധാരാളമായിട്ടുണ്ടെങ്കിൽ, ഫൽയുക്സിർ മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നമുക്ക് ധാരാളം വല്ലാത്ത സങ്കടവും അതുപോലെ തന്നെ പ്രയാസം ഉണ്ടെങ്കിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ള വചനം അവൻ വർദ്ധിപ്പിക്കട്ടെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കൂടുതൽ ടെൻഷനുകൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ള വചനം നമ്മൾ ധാരാളമായി വർദ്ധിപ്പിക്കണം. ഈ ദിക്റുള്ളയിൽ പെട്ടത് തന്നെയാണ് തിലാവത്തുൽ ഖുർആൻ, ഖുർആന്റെ പാരായണം. അള്ളാഹുവിനെ ഓർക്കുന്നതിന്റെ ഭാഗമാണ്, യാതൊരു സംശയവുമില്ല. മാത്രമല്ല സൂറത്തു യൂനുസിൽ അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇളതും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ. ശിഫാഉൻ ലിമാ ഫിസ്സുദൂർ എന്നാണ് വിശുദ്ധ ഖുർആനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. മനസ്സിനുള്ള ഔഷധമാണ്, മനസ്സിനുണ്ടാകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങൾക്കുള്ള ശമനമാണ്, ഔഷധമാണ് വിശുദ്ധ ഖുർആൻ എന്ന് സൂറത്ത് യൂനുസിലുള്ള അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ അള്ളാഹുവിനെ ഓർക്കുന്ന കാര്യം, അതുപോലെ തന്നെ ധാരാളമായി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിലൂടെ നമുക്ക് സമാധാനം ഉണ്ടാകും. അതുപോലെ തന്നെ മറ്റൊന്ന്, നമുക്ക് സമാധാനം ഉണ്ടാകാനുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ നമ്മുടെ താഴെയുള്ള ആളുകളിലേക്ക് നോക്കുക എന്നുള്ളത്. നമുക്ക് ടെൻഷൻ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാര്യം, മറ്റുള്ളവർക്ക് വലിയ വീടുണ്ട്, അവർക്ക് വലിയ വാഹനങ്ങളുണ്ട്, അവരുടെ കച്ചവടം വളരെ പുരോഗതിയിലാണ്, ഇങ്ങനെ വലിയ വലിയ ആഗ്രഹങ്ങൾ, മറ്റുള്ള വലിയ വലിയ അല്ലാഹു തആല ദുനിയാവിൽ വലിയ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുള്ള ആളുകളിലേക്ക് നോക്കിക്കൊണ്ടാണ് നമുക്ക് വലിയ ടെൻഷൻ ഉണ്ടാകുന്നത്. അതില്ലാതിരിക്കാൻ നമ്മൾ നമ്മുടെ താഴെയുള്ള ആളുകളിലേക്ക് നോക്കുക. നമ്മളെക്കാൾ പ്രയാസപ്പെടുന്ന, ബുദ്ധിമുട്ടുന്ന, സാമ്പത്തികമായി ഒരുപാട് പ്രയാസങ്ങളുള്ള, ശാരീരികമായി പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരിലേക്ക് നോക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉൻദുറു ഇലാ മൻ ഹു അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖകും. നിങ്ങൾ നിങ്ങളുടെ താഴെയുള്ള ആളുകളിലേക്ക് നോക്കണം, നിങ്ങൾ മുകളിലേക്ക് നോക്കാൻ പാടില്ല. ഫഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും. അല്ലാഹു നൽകിയ നിഅമത്തിനെ നിസ്സാരവൽക്കരിക്കാൻ ഏറ്റവും നല്ലത് അതാണ്. നമുക്കൊക്കെ അല്ലാഹു നൽകിയിട്ടുള്ള നിഅമത്ത് എന്ന് പറഞ്ഞാൽ അതിന് കണക്കില്ല. ആ നിഅമത്തിനെ നമ്മൾ നിസ്സാരവൽക്കരിക്കാതിരിക്കാൻ ഏറ്റവും നല്ലത് നമ്മളെക്കാൾ പ്രയാസപ്പെടുന്ന ആളുകളിലേക്ക് നമ്മൾ നോക്കുക. നമുക്ക് സമാധാനം ഉണ്ടാകും. നമ്മളെക്കാൾ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, നമ്മളെക്കാൾ ഒരുപാട് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, ദുനിയാവിൽ അങ്ങനെ ഇഷ്ടം പോലെ ആളുകളുണ്ട്. നമ്മളെക്കാൾ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ, ഭക്ഷണം കിട്ടാത്ത ആളുകളുണ്ട്. ഇന്നൊക്കെ നമ്മുടെ ഈ കൂട്ടത്തിൽ ആരാ പട്ടിണി കിടക്കുന്ന ആളുകളുള്ളത്? എന്നാൽ ലോകത്തിന്റെ വിവിധ ഭാഗത്ത് പട്ടിണി കിടക്കുന്ന ആളുകൾ, ഭക്ഷണം കിട്ടാത്ത ആളുകൾ, വെള്ളം കിട്ടാത്ത ആളുകൾ ധാരാളമുണ്ട്. അപ്പോ നമ്മൾ നമ്മുടെ താഴെയുള്ള ആളുകളിലേക്ക് നോക്കിയാൽ നമ്മുടെ മനസ്സിന് സമാധാനം ഉണ്ടാകും. അതുപോലെ തന്നെ മനസ്സിന് സമാധാനം ലഭിക്കുന്ന കാര്യമാണ് അൽ ഖനാഅ, സംതൃപ്തി എന്നുള്ളത്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. നമ്മൾക്ക് അള്ളാഹു എത്രയാണോ കണക്കാക്കിയിട്ടുള്ളത്, അള്ളാഹു നമ്മൾക്ക് എത്രയാണ് നൽകിയിട്ടുള്ളത്, അതിൽ നമ്മൾ തൃപ്തി അടയുക. അതിനാണ് ഖനാഅത്ത് എന്ന് പറയുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വകുൻ ഖനിഅൻ തകുൻ അഷ്കറൻ നാസ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറയാൻ, നീ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം, എങ്കിൽ അള്ളാഹ് മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ശുക്ർ കാണിക്കുന്ന, നന്ദി കാണിക്കുന്ന ആളായി നിനക്ക് മാറാൻ സാധിക്കുമെന്നാണ്. നമ്മൾക്ക് അള്ളാഹു എത്രയാണോ കണക്കാക്കി അതുകൊണ്ട് തൃപ്തിപ്പെടുക. മറ്റുള്ളവരിലേക്കൊന്നും നോക്കണ്ട.
നമ്മൾക്ക് അള്ളാഹു എത്രയാണ് കണക്കാക്കിയത് അത് നമ്മൾ അതിൽ തൃപ്തിപ്പെടുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദ് അഫ്ലഹ, ഒരുത്തൻ വിജയിച്ചിരിക്കുന്നു, മൻ അസ്ലമ, അവൻ മുസ്ലിം ആയിട്ടുണ്ട്, വറുസിഖ കഫാഫൻ, അവന് മതിയാകുന്ന റിസ്ക്, അവൻ അന്നേക്ക് ജീവിച്ചു പോകാവുന്ന ഉപജീവനം അവനുണ്ട്, അവന് പട്ടിണിയില്ല. വഖന്നഅഹു ബിമാ ആത, അള്ളാഹു അവൻ എത്രയാണോ നൽകിയത് അതിൽ അവൻ തൃപ്തനാണ്. അങ്ങനെ ജീവിച്ചവന് അവൻ വിജയിച്ചിരിക്കുന്നു എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ ഒരു മനസ്സ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സ് അവർക്ക് വലിയ സമാധാനം ഉണ്ടാകും. കൂടുതൽ കൂടുതൽ ആഗ്രഹങ്ങളുള്ള ആളുകൾക്കാണ് കൂടുതൽ ടെൻഷൻ ഉണ്ടാകുക. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാൻ സാധിക്കും. അദ്ദേഹം ഒരു കവിതയിലൂടെ പറഞ്ഞു, ഇദാ മാ കുൻത ദാ ഖൽബിൻ ഖനൂഇൻ ഫഅൻത വമാലികു ദുനിയ സവാഉ, സംതൃപ്തിയുള്ള ഒരു മനസ്സിന്റെ ഉടമയാണ് നീയെങ്കിൽ ഈ ദുനിയാവ് ഉടമപ്പെടുത്തിയവനും നീയും തുല്യനാണ്. ദുനിയാവിലെ വലിയൊരു മുതലാളിയും നീയും തുല്യനാണ്. നിനക്ക് ഖൽബുൻ ഖനൂ, സംതൃപ്തി അടയാനുള്ള, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ നീ ഈ ദുനിയാവിൽ ഏറ്റവും വലിയ മുതലാളിയും നീയും തുല്യനാണ് എന്ന് ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പാടിയത് കാണാൻ സാധിക്കും. അപ്പോ സംതൃപ്തി എന്നുള്ളത് നമുക്ക് മനസ്സിന് വല്ലാത്ത സമാധാനം നൽകുന്ന കാര്യമാണ്. അതുപോലെ തന്നെ മറ്റൊന്ന് പ്രാർത്ഥനയാണ്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, സമാധാനം ഉണ്ടാകാൻ, ശാന്തി ഉണ്ടാകാൻ, നമ്മുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും മാറിക്കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. അതിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. റസൂൽ പറഞ്ഞു, മാ അസാബ അഹദൻ ഖത്തു ഹമ്മുൻ വലാ ഹസനുൻ, ഒരു മനുഷ്യനെ ദുഃഖമോ അതുപോലെ തന്നെ സങ്കടമോ ബാധിക്കുകയില്ല. ഹമ്മ് അതുപോലെ തന്നെ ഹസൻ എന്ന് പറഞ്ഞാൽ ദുഃഖമാണ്, വരാനിരിക്കുന്ന വിഷയത്തിലുള്ള പ്രയാസം. അതുപോലെ തന്നെ നമ്മുടെ ഭൂതത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞുപോയ വിഷയത്തിൽ നമുക്ക് പ്രയാസമുണ്ടെങ്കിൽ ആ വിഷയത്തിൽ നമ്മൾ ടെൻഷൻ അടിക്കും. അതുപോലെ തന്നെ വരാനിരിക്കുന്ന ഒരു കാര്യത്തിന്റെ പേരിൽ നമുക്ക് പ്രയാസം ഉണ്ടാകും. ആ രൂപത്തിൽ എന്ത് പ്രയാസമുണ്ടായാലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവനൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കണം. എന്താണ് പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്നി അബ്ദുക ഇബ്നു അബ്ദിക വഇബ്നു അമതിക നാസിയതി ബിയദിക മാദിൻ ഫീ ഹുക്മുക അദ്ലുൻ ഫീ ഖളാഉക അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക أو أنزلته في كتابك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. ഈ പ്രാർത്ഥന അള്ളാഹുവിനോട് നമ്മൾ പൂർണ്ണമായി അടിമയാണെന്ന് വ്യക്തമാക്കിയതിനു ശേഷം, അള്ളാഹുവിന്റെ ചില പ്രവർത്തനങ്ങളും ചില ഗുണങ്ങളും എടുത്തു പറഞ്ഞതിനു ശേഷം അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങളെ കൊണ്ടും ചോദിക്കുകയാണ്, അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക, അല്ലാഹു തആല സ്വയം പരിചയപ്പെടുത്തിയ, ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക, അല്ലാഹുവിന്റെ സൃഷ്ടികൾക്ക് പ്രവാചകന്മാർക്ക് അല്ലാഹു പഠിപ്പിച്ചു കൊടുത്ത പേര് കൊണ്ട് അല്ലാഹുവിനോട് ചോദിക്കുകയാണ്. അതുപോലെ തന്നെ ഔ അൻസൽതഹു ഫീ കിതാബിക, അല്ലാഹുവിന്റെ കിതാബിൽ അല്ലാഹു പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ള അല്ലാഹുവിന്റെ പേരുകൾ അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു. അവിസ്തഅ്സർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക, അതുപോലെ തന്നെ അല്ലാഹു ആർക്കും പറഞ്ഞു കൊടുക്കാത്ത ചില പേരുകളുണ്ട്, അല്ലാഹുവിന് മാത്രം അറിയാവുന്ന പേരുകൾ, ആ പേര് കൊണ്ടും ഞാൻ ചോദിക്കുന്നു. അൻ തജ്അലൽ ഖുർആന റബീഅ ഖൽബി, ഖുർആനിനെ എന്റെ ഹൃദയത്തിന്റെ വസന്തമാക്കണം. വനൂറ സദ്രി, എന്റെ ഹൃദയത്തിന്റെ പ്രകാശമാക്കണം. ഹൃദയത്തിന്റെ പ്രകാശം എന്ന് പറഞ്ഞാൽ സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് അതെനിക്കുണ്ടാകണം. വദഹാബ ഹമ്മി വജലാഹ ഹുസ്നി വദഹാബ ഹമ്മി, എന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥന ആരെങ്കിലും പ്രാർത്ഥിച്ച റസൂലുള്ള പറയാണ്, ഈ പ്രാർത്ഥന ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ ഇല്ല അൽഹബല്ലാഹു ഹമ്മഹു വഹുസ്നഹു, അവന്റെ സങ്കടവും അവന്റെ പ്രയാസവും അള്ളാഹു നീക്കിക്കൊടുക്കും. ഇത് പ്രാർത്ഥിച്ചാൽ, ഇതിന്റെ അർത്ഥം അറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അള്ളാഹു തആല അവന്റെ ആ പ്രയാസവും മനപ്രയാസവും ദുഃഖവും അള്ളാഹു തആല നീക്കിക്കൊടുക്കും. വഅബ്ദലഹു മകാനഹു ഫറഹ, മാത്രമല്ല അതിന് പകരമായിട്ട് അവന് സന്തോഷം കൊടുക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവന്റെ ആ ടെൻഷൻ മാറിയിട്ട് അവന് സന്തോഷമാണ് കൊടുക്കുക. ഇത് കേട്ടപ്പോ ഈ പ്രാർത്ഥന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചപ്പോൾ സഹാബത്ത് ചോദിച്ചു, അലാ യാ റസൂലല്ലാഹ് അലാ നതഅല്ലമുഹ, റസൂലേ ഞങ്ങളിത് പഠിക്കണോ, ഈ പ്രാർത്ഥന ഞങ്ങൾ പഠിക്കണോ എന്ന് ചോദിച്ചു. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ബല, അതെ പഠിക്കണം. യംബഗി ലിമൻ സമിഅഹ അൻ യതഅല്ലമഹ, ഇത് കേട്ടവരൊക്കെ ഇത് പഠിക്കേണ്ടതാണ്,
ഈ പ്രാർത്ഥന പഠിക്കേണ്ടതാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചു. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിക്കാൻ വേണ്ടി പ്രത്യേകം പ്രോത്സാഹനം നൽകിയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണത്. കേട്ടവരൊക്കെ അത് പഠിക്കേണ്ടതാണ് എന്ന നിലക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ഈ പ്രാർത്ഥന നമ്മൾ എല്ലാവരും പഠിക്കണം. നമ്മുടെ കൂട്ടത്തിൽ മാനസികമായിട്ട് പ്രയാസം അനുഭവിക്കാത്ത ആരും ഉണ്ടാകൂല. ഈ പ്രാർത്ഥന ചൊല്ലിയല്ല ടെൻഷൻ മാറുമെന്നാണ്. അതുകൊണ്ട് ഈ പ്രാർത്ഥന പഠിക്കാനൊരു സൗകര്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ഖുതുബ കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ നമ്മുടെ സഹോദരങ്ങൾ ഈ പ്രാർത്ഥന വിതരണം ചെയ്യുന്നതിന്റെ അർത്ഥവും ഈ പ്രാർത്ഥനയുടെ അറബിയും വിതരണം ചെയ്യുന്നുണ്ട്. ആളുകൾക്ക് ആവശ്യമുള്ള ആളുകൾക്ക് അത് കൈപ്പറ്റാവുന്നതാണ്. മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ള പ്രാർത്ഥനയുടെ പുസ്തകത്തിലൊക്കെ ഈ പ്രാർത്ഥന ഉണ്ടാകും. അപ്പോ ഈ പ്രാർത്ഥന നമ്മൾ ചൊല്ലാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മനസ്സിന് സമാധാനം കിട്ടാൻ, നമ്മുടെ ടെൻഷനുകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും മാറി കിട്ടാൻ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. അതുപോലെ തന്നെ അവസാനമായി നമുക്ക് വളരെ മനസ്സിന് ആശ്വാസം നൽകുന്ന കാര്യമാണ് അള്ളാഹു ഹറാമാക്കിയ ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കുക. നമ്മൾ എത്രത്തോളം തിന്മ ചെയ്യുന്നുണ്ടോ അത്രയും നമ്മുടെ മനസ്സിൽ പ്രയാസമായിരിക്കും. കൂടുതൽ കൂടുതൽ തിന്മ ചെയ്യുന്ന ആളുകളുടെ മനസ്സ് വല്ലാത്ത പ്രയാസം അനുഭവിക്കുന്ന ആളുകളായിരിക്കും അവർ. വലിയ വലിയ തിന്മ ചെയ്യുന്ന ആളുകൾ, മഹാപാപങ്ങൾ ചെയ്യുന്ന ആളുകൾ, അവരുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ വലിയ ടെൻഷൻ അനുഭവിക്കുന്ന മനസ്സായിരിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. തിന്മ ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ വല്ലാത്ത പ്രയാസങ്ങൾ ഉണ്ടാക്കും. റസൂൽ പറയാണ്, ഇന്നൽ അബ്ദ ഇദാ അഖ്തഅ ഖതിഅതൻ നുകിതത് ഫീ ഖൽബിഹി നുക്തത്തുൻ സൗദാ. ആരെങ്കിലും ഒരു തിന്മ ചെയ്താൽ അവന്റെ മനസ്സിൽ ഒരു കറുത്ത പുള്ളി വിടും. ഒരു തിന്മ ചെയ്ത് അവന്റെ മനസ്സ് കറക്കും. അങ്ങനെ തിന്മ ചെയ്തുകൊണ്ടേയിരുന്നാൽ അവന്റെ മനസ്സ് കറുത്ത് അത് കറ പിടിച്ച അവസ്ഥയിലായിരിക്കും. പിന്നെ ആ മനസ്സിൽ സമാധാനം ഉണ്ടാകൂല. എന്നാൽ അവൻ തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ നടത്തിയാൽ അവന്റെ മനസ്സ് ശുദ്ധാകും. പക്ഷെ തിന്മയിൽ തന്നെ അവൻ തുടരുകയാണെങ്കിൽ അവന്റെ മനസ്സ് കറുത്തുപോകും, അല്ലെങ്കിൽ കറ പിടിച്ചതാകും. അവന് സമാധാനം, ആ മനസ്സിന് പിന്നെ സമാധാനം ഉണ്ടാകൂല. അവൻ ചിരിക്കുന്നുണ്ടായേക്കാം, അവൻ ആഹ്ലാദിക്കുന്നുണ്ടായേക്കാം, പക്ഷേ അവന് യഥാർത്ഥത്തിൽ അവന് സമാധാനം ഉണ്ടാകൂല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തിന്മയെ കുറിച്ച് ചോദിച്ചപ്പോൾ എന്താ റസൂൽ പറഞ്ഞു, മഹാക ഫീ സദ്രിക, നിന്റെ മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കുന്നതാണ്. അപ്പൊ മനസ്സിനെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്ന ഒന്നാണ് തിന്മ എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ. അതുകൊണ്ട് നമ്മൾക്ക് മനസ്സിന് സമാധാനം കിട്ടാനുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലാഹു തആല ഹറാമാക്കിയ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമാക്കിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കാൻ ശ്രമിക്കുക. എങ്കിൽ നമുക്ക് വലിയ സമാധാനം ഉണ്ടാകും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാ തിന്മകളിൽ നിന്നും, വലിയ തിന്മകളാകട്ടെ ചെറിയ തിന്മകളാകട്ടെ, എല്ലാ തിന്മകളിൽ നമ്മൾ മാറി നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മനസ്സിന് സമാധാനം ലഭിക്കുന്ന, ഏറ്റവും സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന മുത്തഖിയുടെ കൂട്ടത്തിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.